9 മാസത്തെ ബഹിരാകാശവാസത്തിന് ശേഷം ഇന്ത്യൻ വംശജ സുനിത വില്യംസ് അടക്കമുള്ള 4 അംഗ സംഘം തിരികെ ഭൂമിയിലേക്ക്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ഇന്ത്യൻ സമയം രാവിലെ 10:37 ഡ്രാഗൺ പേടകം യാത്ര തിരിച്ചത്. നാളെ പുലർച്ചെ 3:27 ഫ്ലോറിഡയ്ക്കടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പേടകം ഇറങ്ങും. ഇനി ആ 4 അംഗ ശാസ്ത്ര സംഘം ഭൂമിയെ തൊടുന്ന നിമിഷത്തിനായുള്ള കാത്തിരിപ്പാണ്. Is on the Zenith or space-facing port of the Harmony module. The newly arrived Crew 10 crew docked early Sunday morning. നീണ്ട 287 ദിവസങ്ങൾക്ക് ശേഷം ഇന്ത്യൻ വംശജയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും മറ്റ് 2 ബഹിരാകാശ യാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിലേക്ക് യാത്ര ആരംഭിച്ചു. 8 ദിവസത്തെ ദൗത്യത്തിനായി കഴിഞ്ഞ വർഷം ജൂണിൽ ബഹിരാകാശ നിലയത്തിലെത്തിയ സുനിത വില്യംസും ബുച്ച് വിൽമോറും ബോയിംഗ് സ്റ്റാർലൈൻ പേടകത്തിന്റെ തകരാറ് മൂലം കഴിഞ്ഞ 9 മാസമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 8:15 ഡ്രാഗൺ പേടകവും നിലയവുമായി ബന്ധപ്പെടുത്തുന്ന കവാടം അടച്ചത്. 10:15 അൺഡോക്കിംഗ് ആരംഭിച്ചു. ബഹിരാകാശ നിലയവുമായുള്ള ബന്ധം 10:37 പൂർണ്ണമായി വേർപ്പെടുത്തി ഭൂമിയിലേക്കുള്ള യാത്ര ആരംഭിച്ചു. At 10:24 p.m. Pacific time, and on your screen there we are getting ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 2:41 ഡി ഓർബിറ്റ് ബേൺ പ്രക്രിയയ്ക്ക് തുടക്കമാകും. തുടർന്ന് വേഗം കുറച്ച് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് ഡ്രാഗൺ പേടകം പ്രവേശിക്കും. 1600 ഡിഗ്രി സെൽഷ്യസ് താപനിലയെ അതിജീവിച്ചാണ് പേടകം ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നത്. ഈ സമയത്ത് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിനേക്കാൾ 4 ഇരട്ടി ഗുരുത്വാകർഷണം യാത്രികർക്ക് അനുഭവപ്പെടും. തുടർന്ന് 4 പാരച്യൂട്ടുകൾ വിടരുകയും ഫ്ലോറിഡയ്ക്കടുത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് പുലർച്ചെ 3:27 പേടകം പതിക്കുകയും ചെയ്യും. സ്പേസ് എക്സിന്റെ MV മാഗൻ എന്ന റിക്കവറി കപ്പൽ പേടകം വീണ്ടെടുത്ത് യാത്രികരെ കരയിലേക്ക് എത്തിക്കും. കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നിക് ഹാഗിനെയും അലക്സാണ്ടർ ഗോർബിനോവിനെയും നിലയത്തിലെത്തിച്ച ഡ്രാഗൺ പേടകത്തിലാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും നിക് ഹാഗും അലക്സാണ്ടർ ഗോർബിനോവും മടങ്ങിയത്. ഏറ്റവും അധികം സമയം ബഹിരാകാശ നടത്തത്തിൽ ഏർപ്പെട്ട വനിത എന്ന റെക്കോർഡും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള 3ാമത്തെ യാത്രയിൽ സുനിത വില്യംസ് സ്വന്തമാക്കിയിരുന്നു. റിസർച്ച് ഡെസ്ക് 24. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലേക്ക് മടങ്ങുന്നത് ബഹിരാകാശ ദൗത്യങ്ങളിൽ ചില സുപ്രധാന നാഴികക്കല്ലുകൾ പിന്നിട്ടാണ്. ബഹിരാകാശ യാത്രയിൽ ഇരുവരുടെയും 3ാം ഊഴമായിരുന്നു സ്റ്റാർലൈനർ ദൗത്യം. ബഹിരാകാശ ദൗത്യങ്ങളിൽ വലിയ പരിചയസമ്പത്തുള്ളവരാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും. 8 ദിവസത്തെ ദൗത്യത്തിനായി ബോയിംഗ് സ്റ്റാർലൈനറിൽ കഴിഞ്ഞ ജൂൺ 8 ഇരുവരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിയത്. ഭൂമിയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇരുവരും ചേർന്ന് ഈ ദൗത്യത്തിൽ 12,13,47,491 മൈൽ ദൂരം താണ്ടിക്കഴിയും. 4,576 തവണ ഇക്കാലയളവിൽ ഭൂമിയെ വലം വച്ചു. ബഹിരാകാശ നിലയത്തിലെ വാസത്തിനിടെ 8 തവണ മറ്റ് ബഹിരാകാശ ദൗത്യങ്ങൾക്ക് ഇരുവരും സാക്ഷ്യം വഹിച്ചു. 2024 അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 2 പേരും വോട്ട് രേഖപ്പെടുത്തിയിരുന്നു. 3 തവണയായി ആകെ 608 ദിവസമാണ് സുനിത വില്യംസ് ബഹിരാകാശത്ത് കഴിഞ്ഞത്. 675 ദിവസം ബഹിരാകാശത്ത് കഴിഞ്ഞ പെഗ്ഗി വിറ്റ്സൺ മാത്രമാണ് സുനിതയ്ക്ക് മുന്നിലുള്ളത്. ബുച്ച് വിൽമോർ ഇതുവരെയായി 464 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ചു. 9 മാസം നീണ്ട ബഹിരാകാശവാസത്തിനിടെ സുനിത വില്യംസ് 2 തവണ ബഹിരാകാശത്ത് നടന്നു. ഔദ്യോഗിക ജീവിതത്തിൽ 9 തവണയായി 62 മണിക്കൂറും 6 മിനിറ്റും ബഹിരാകാശത്ത് നടന്ന സുനിത വില്യംസ് പുതിയ റെക്കോർഡും കുറിച്ചു. ബുച്ച് വിൽമോർ 5 തവണയായി 31 മണിക്കൂറും 2 മിനിറ്റും ബഹിരാകാശത്ത് നടന്നു. സുനിത വില്യംസും ബുച്ച് വിൽമോറും ഉൾപ്പെടെ 4 പേരടങ്ങുന്ന സംഘം സ്പേസ് ഡ്രാഗൺ പേടകത്തിൽ നാളെ പുലർച്ചെ ഭൂമിയെ തൊടും. സയൻസ് ഡെസ്ക് 24.